സോ ഗുഡ് ഈവനിങ് ടു യു ഓൾ. എല്ലാവർക്കും നമ്മുടെ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷിൻ്റെ അടുത്തൊരു സെഷനിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഒരാഴ്ചക്ക് ശേഷമാണ് ക്ലാസ് റീസ്റ്റാർട്ട് ചെയ്യുന്നത്. എനിക്ക് ജലദോഷപ്പനി നന്നായിട്ട് പിടിച്ചു. അപ്പോൾ അത് കാരണം 1 വീക്ക് നമ്മൾ ലീവ് എടുത്തതായിരുന്നു. ഓക്കെ, ഇന്ന് നമുക്ക് കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ട്. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഇംഗ്ലീഷിൽ നമുക്ക് ഒരു വാക്യം കിട്ടിക്കഴിഞ്ഞാൽ ആ വാക്യം എങ്ങനെയുള്ളതാണ്, അതായത് അത് പോസിറ്റീവ് സെൻറ്റൻസ് ആണോ നെഗറ്റീവ് സെൻറ്റൻസ് ആണോ എന്നൊക്കെ നോക്കിയിട്ട് നമുക്ക് ബാക്കിയുള്ള, അതായത് ഇപ്പോൾ നമുക്ക് കിട്ടിയത് പോസിറ്റീവ് സെൻറ്റൻസ് ആണെങ്കിൽ അതിന് നെഗറ്റീവ് സെൻറ്റൻസ് നമുക്ക് ഉണ്ടാക്കാൻ കഴിയണം. കൂടാതെ പോസിറ്റീവ് നെഗറ്റീവ് യെസ് ഓർ നോ ചോദ്യങ്ങളുണ്ട്, അതും നമുക്ക് ഉണ്ടാക്കാൻ കഴിയണം. കൂടാതെ പോസിറ്റീവ് നെഗറ്റീവ് WH ക്വസ്റ്റ്യൻ ഉണ്ട്, അതും നമുക്ക് ഉണ്ടാക്കാൻ കഴിയണം. എങ്കിലേ നമ്മൾ ഈ പഠിച്ചത് സമ്പൂർണ്ണമായി എന്ന് പറയാൻ കഴിയുള്ളൂ. ഓക്കെ, അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത അതായിരുന്നു. ഓക്കെ, പിന്നെ എല്ലാവർക്കും ഓർമ്മയുണ്ടാവും. ഞാൻ നിങ്ങൾ ജസ്റ്റ് കാര്യങ്ങൾ ഒന്നും കൂടി ഓർമ്മിപ്പിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഐ ലൈക്ക് യു എന്നൊരു വാക്യമാണ് നമ്മൾ പറയുന്നത്. നമ്മുടെ മദറോട് പറയുന്നൊരു വാക്യം ഐ ലൈക്ക് യു. ഓക്കെ, ഐ ലൈക്ക് യു എന്ന ഈ വാക്യം നമുക്കറിയാം, അതൊരു പോസിറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നതാണ് നെഗറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്. എല്ലാവർക്കും ഓഡിയോ വീഡിയോ പ്രോബ്ലം ഒന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. ഓക്കെ അല്ലേ? എല്ലാവർക്കും ഒന്ന് തമ്മിൽ പ്രശ്നം അയക്കൂ. ഓക്കെ ആണല്ലോ അല്ലേ? യെസ്. അപ്പോൾ ഐ ലൈക്ക് യു എന്ന് പറഞ്ഞാൽ അത് പോസിറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഐ ഡോണ്ട് ലൈക്ക് യു എന്ന് പറയുന്നത് നെഗറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആണ് അല്ലേ? നമ്മൾ പഠിച്ചു കഴിഞ്ഞു അത്. ഐ ഡോണ്ട് ലൈക്ക് യു. ഇനി ഇതിൻ്റെ പോസിറ്റീവ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ നമുക്കറിയാം. ഡു യു ലൈക്ക് മീ? അങ്ങനെയാണ് ചോദിക്കുക, നമുക്കറിയാം. ഡു യു ലൈക്ക് മീ. അത് നെഗറ്റീവ് ചോദ്യം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഡോണ്ട് യു ലൈക്ക് മീ? നിങ്ങൾക്ക് എന്നെ ഇഷ്ടമല്ലേ? ഡോണ്ട് യു ലൈക്ക് മീ? ഓക്കെ, ദെൻ അതിൻ്റെ അടുത്തൊരു WH ക്വസ്റ്റ്യൻ പോസിറ്റീവ്, പോസിറ്റീവ് WH ക്വസ്റ്റ്യൻ വൈ ഡു യു ലൈക്ക് മീ? വൈ ഡു യു ലൈക്ക് മീ എന്നും അതിന് നെഗറ്റീവ് WH ക്വസ്റ്റ്യൻ വൈ ഡോൺ യു ലൈക്ക് മീ എന്നുമാണ് പറയുക. നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ നമുക്ക് 6 വാക്യങ്ങൾ അറിയാം. എന്നാൽ 6 വാക്യങ്ങൾ മാത്രമേ ഇംഗ്ലീഷിലുള്ളൂ അല്ല, നമുക്ക് കുറച്ചും കൂടി വാക്യങ്ങളെ ഒന്ന് ഡീപ്പായിട്ട് മനസ്സിലാക്കാനുണ്ട്, ഡീപ്പായിട്ട് പരിചയപ്പെടാനുണ്ട്. അപ്പോൾ അതും കൂടി ജസ്റ്റ് ഞാനൊന്ന് നിങ്ങളെടുത്ത് അവതരിപ്പിക്കണം കേട്ടോ. അപ്പോൾ 6 വാക്യങ്ങൾ മാത്രമല്ല, ഈ 6 വാക്യങ്ങളല്ലാത്ത 6 വാക്യങ്ങളുടെ തുടർച്ചയല്ലാത്ത ഏതാനും വാക്യങ്ങളെ കൂടി നമുക്ക് പരിചയപ്പെടാനുണ്ട്. അപ്പോൾ അതും എല്ലാവരും ശ്രദ്ധിക്കുക. അതായത് സാധാരണ ഇംഗ്ലീഷിൽ ഒരാളോട് കൽപ്പിക്കുന്ന, ഒരാളോട് ആജ്ഞാപിക്കുന്ന ഒരു സ്റ്റൈലുണ്ട്. ഇതിന് കമാൻഡ് എന്നാണ് പറയാറ്. കൂടാതെ ഓർഡർ എന്നും പറയാറുണ്ട്. കമാൻഡ് അല്ലെങ്കിൽ ഓർഡർ. കമാൻഡ് എന്ന് പറഞ്ഞാലും ഓർഡർ എന്ന് പറഞ്ഞാലൊക്കെ അർത്ഥം ഒന്ന് തന്നെയാണ്. ആജ്ഞ അല്ലെങ്കിൽ കൽപ്പന എന്നൊക്കെ പറയാം. ഓക്കെ, ഇത് കൂടാതെ റിക്വസ്റ്റ് എന്ന് പറയുന്ന രണ്ടാമത്തെ ഒരു തരം വാചകമുണ്ട്. റിക്വസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അത് അപേക്ഷയാണ്. അപേക്ഷ, നമ്മളൊരാളോടൊരു കാര്യം ചെയ്യാൻ വേണ്ടി അപേക്ഷിക്കുകയാണെങ്കിൽ എങ്ങനെയാണ് പറയുക? അപ്പോൾ ഈ വാക്യങ്ങൾ എത്രയുണ്ട് നോക്കാം നമുക്ക്. അതായത് കമാൻഡുകൾ നിങ്ങൾ നേരത്തെ പഠിച്ചതുപോലെ തന്നെ നിങ്ങൾ ഏതൊരു വാക്യം കിട്ടുമ്പോഴും ഒരു സെൻറ്റൻസ് കിട്ടിയപ്പോൾ നിങ്ങൾ പോസിറ്റീവ് സെൻറ്റൻസ് എന്നും നെഗറ്റീവ് സെൻറ്റൻസ് എന്നും പറയാൻ പഠിച്ചു. കൂടാതെ ഒരു യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണെങ്കിൽ അത് പോസിറ്റീവ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ഉണ്ട്, നെഗറ്റീവ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ഉണ്ട് എന്ന് മനസ്സിലാക്കി. ഇനി WH ക്വസ്റ്റ്യൻ ആവട്ടെ, അതും പോസിറ്റീവ് ഉണ്ട് നെഗറ്റീവ് ഉണ്ട്. അതേപോലെ കമാൻഡുകൾ, ഓർഡറുകൾ, അവയും പോസിറ്റീവ് ഉണ്ട് നെഗറ്റീവും ഉണ്ട്. പോസിറ്റീവ് കമാൻഡ്, നെഗറ്റീവ് കമാൻഡ്. ഇപ്പോൾ ഒരാളോട് നമ്മളൊരു കാര്യം ചെയ്യണം, എന്ന് പറയുകയാണ്, അതൊരു പോസിറ്റീവായ കമാൻഡാണ്. എന്നാൽ നമ്മൾ ഒരാളോട് ഒരു കാര്യം ചെയ്യരുത് എന്ന് പറയുന്നത് നെഗറ്റീവായ കമാൻഡാണ്. പോസിറ്റീവായ കമാൻഡുകളെയും നെഗറ്റീവായ കമാൻഡുകളെയും നമുക്ക് അടുത്ത് മനസ്സിലാക്കാൻ പോവുകയാണ്. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ ബ്രദറിൻ്റെ കൂട്ടുകാരൻ വീട്ടിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ അവൻ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവനെ വിളിക്കൂ, അവർക്ക് വേണ്ട ഫുഡൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ അവനെ വിളിക്കൂ എന്ന് പറയുകയാണ്.
അത് നിങ്ങൾ എന്താ പറയുക? കോൾ ഹിം. കോൾ ഹിം. കണ്ടോ, ഈ വാക്യം സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ കോള് എന്ന വെർബ് വെച്ചുകൊണ്ടാണ്. കോൾ, CALL. കോള് എന്ന വെർബ് വെച്ചുകൊണ്ടാണ് വാക്യം സ്റ്റാർട്ട് ചെയ്യേണ്ടത്. നമുക്കറിയാം ഇംഗ്ലീഷിൽ ഒരു വാക്യവും സാധാരണ വെർബ് വെച്ചുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല, നമ്മൾ പഠിച്ചിട്ടില്ല. അതായത് സാധാരണ ഏതൊരു വാക്യത്തിൻ്റെയും മുമ്പിൽ സബ്ജക്റ്റ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഓക്സിലറി വെർബിനെ പോലെയുള്ള ഡു, ഡസ് ഒക്കെ ഉണ്ടായിരിക്കും. അതും അല്ലെങ്കിൽ WH ക്വസ്റ്റ്യൻ വേർഡൊക്കെ ഉണ്ടായിരിക്കും. അങ്ങനെയുള്ളതാണ് നമ്മൾ പഠിച്ചത്. എന്നാൽ അതിൽ നിന്ന് വിഭിന്നമായിട്ട് ഇപ്പോൾ നിങ്ങൾ ഒരു സാധാരണ വെർബ് വെച്ചുകൊണ്ട്, കോൾ എന്ന് പറഞ്ഞാൽ വിളിക്കുന്ന അർത്ഥം, അതൊരു ആക്ഷനാണ്. ഈ ആക്ഷൻ കാണിക്കുന്ന വാക്കുകളൊക്കെ പറയുന്ന പേരാണ് വെർബ്. വെർബ് വെച്ചുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് കോൾ ഹിം, അവനെ വിളിക്കൂ. കോൾ ഹിം, അവനെ വിളിക്കൂ. ഇതിൽ സബ്ജക്റ്റ് എന്ന് പറയാൻ ഒരു വ്യക്തിയുടെ പേരില്ല. യുനോ, ഐനോ, ഹീനോ ഒക്കെ ഉണ്ടോ? ഇല്ല. പക്ഷേ അവനെ വിളിക്കൂ എന്ന് പറയുമ്പോൾ നീ അവനെ വിളിക്കൂ എന്നാണ് നിങ്ങൾ അർത്ഥമാക്കുന്നത്. ആ നീ എന്ന വാക്ക് നിങ്ങൾ പറയുന്നില്ല എന്ന് മാത്രം. അവിടെ നീ ഉണ്ട് അല്ലേ? നീ ഉണ്ട്. അത് നിങ്ങൾ നിങ്ങളെ ബ്രദറെ നോക്കിയിട്ടാണ് അവനെ വിളിക്കൂ എന്ന് പറയുന്നത്. ശരിക്കും നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? നീ അവനെ വിളിക്ക് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അവിടെ നീ എന്ന വാക്ക് നിങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾ എന്ന വാക്ക്, യു എന്ന വാക്ക് നിങ്ങൾ പിന്നെ ഉപയോഗിക്കുന്നില്ല എന്ന് മാത്രം. ഓക്കെ. അപ്പോൾ കോൾ ഹിം, ഈ വാക്യത്തിന് നമ്മൾ പറയുന്ന പേരാണ് പോസിറ്റീവ് കമാൻഡ്. പോസിറ്റീവ് കമാൻഡുകളെ വേഗം തിരിച്ചറിയാൻ കഴിയും. അത് എല്ലായ്പ്പോഴും ഒരു മെയിൻ വെർബ്, അത് അർത്ഥം, നമ്മളൊരു വാക്യത്തിൽ ഒരു വെർബിന് അർത്ഥം വരുന്നുണ്ടെങ്കിൽ ആ വെർബാണ് മെയിൻ വെർബ്. ആ മെയിൻ വെർബ് വെച്ചുകൊണ്ടായിരിക്കും എല്ലായ്പ്പോഴും കമാൻഡുകൾ ആരംഭിക്കുക. കോൾ ഹിം, അവനെ വിളിക്കൂ. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ വേറൊരു കമാൻഡ് ഇങ്ങനെ പറയാം, ടെൽ ഹിം. എന്താ ടെൽ ഹിം എന്ന് പറഞ്ഞ അർത്ഥം? ടെൽ ഹിം എന്താ അർത്ഥം? ശ്രദ്ധിക്കൂ, അവനോട് പറയൂ. ടെൽ ഹിം, ടെൽ എന്ന് പറഞ്ഞാൽ പറയുക, TELL. ടെൽ ഹിം, അവനോട് പറയൂ. അതും ഒരു പോസിറ്റീവായ കമാൻഡാണ്. ഇനി ഒന്നും കൂടി പറയാം പോസിറ്റീവായ കമാൻഡ്, റൈറ്റ് ദ ആൻസർ. അപ്പോൾ നിങ്ങളൊക്കെ ടീച്ചറായിട്ടൊരു 7-8 മാസം കൊണ്ട് നിങ്ങൾ സ്കൂളിൽ ടീച്ചറായിട്ട് അപ്പോയിൻറ്റഡ് ആകും. അപ്പോൾ നിങ്ങൾ നിങ്ങളെ കുട്ടികളോട് പറയും അല്ലേ, പഠിപ്പിക്കുന്ന പിള്ളേരോട് പറയും, റൈറ്റ് ദി ആൻസർ. റൈറ്റ് ദി ആൻസർ, ഉത്തരം എഴുത്. റൈറ്റ്, WRITE, റൈറ്റ് എഴുത്. ദ ആൻസർ, ഉത്തരം എഴുത്. അപ്പോൾ ഇങ്ങനെ പറയുന്ന വാക്യങ്ങളെല്ലാം തന്നെ എന്താണ്? ഇതൊക്കെ പോസിറ്റീവായ കമാൻഡുകളാണ്. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഞാനൊരു ടാസ്ക് തരാൻ പോവുകയാണ് കേട്ടോ. എല്ലാവരും ടാസ്ക് ഉണ്ട്, എല്ലാവരും കരുതി വെച്ചോളൂ. ടാസ്ക് ഒരു 10 മിനിറ്റ് കഴിഞ്ഞോട്ടെ, കുറച്ചും കൂടി ആളുകൾ കയറി വരാണ്ട് അവർ കയറി വന്നോട്ടെ, എന്നിട്ട് ടാസ്ക് കൊടുക്കാം. അതായത് ഒരാളൊരു മിനിമം 2 കമാൻഡെങ്കിലും ഇങ്ങനെയുള്ള കമാൻഡ് നിങ്ങൾ ടൈപ്പ് ചെയ്തുകൊണ്ട് അയച്ചു തരണം. ഇനി എഴുതി നിങ്ങൾ പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല, മൈക്കോണാക്കി പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല, ജാമ വരുന്നേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ റൈറ്റ് ദ ആൻസർ, ഉത്തരം എഴുത് അല്ലേ. ഇപ്പോൾ ഇതൊക്കെ എന്താണ്? പോസിറ്റീവായിട്ടുള്ള കമാൻഡുകളാണ്. ഓക്കെ. ഇനി ഇവയെ നമുക്ക് നെഗറ്റീവായ കമാൻഡാക്കി മാറ്റാൻ എന്താ ചെയ്യുക? അതാണ് അടുത്തത് പറയാൻ പോകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എന്താണ് നമ്മൾ പറഞ്ഞ കോൾ ഹിം. നിങ്ങൾ നിങ്ങളെ ബ്രദറിനോട് പറയുന്ന വാക്യം കോൾ ഹിം, അവനെ വിളിക്ക്. ഓക്കെ. അപ്പോൾ ആ വാക്യത്തിൻ്റെ മുമ്പിൽ നിങ്ങൾ ഡോണ്ട് എന്ന വേർഡ് ചേർത്ത് കഴിഞ്ഞാൽ എന്താ പറഞ്ഞത്? DON, പിന്നെ അപ്പോസ്ട്രോഫി കോമ T, ഡോണ്ട്. നമ്മൾ ഡോണ്ട് എന്നിൻ്റെ മേലെ ഒരു കോമട്ട് കാണ്ട് T ഇട്ട് കഴിഞ്ഞാൽ അതാണ് എന്ത്? അപ്പോസ്ട്രോഫി കോമ T എന്ന് പറയുന്നത്. ഡോണ്ട്, ഡോൺ കോൾ ഹിം. ഡോൺ കോൾ ഹിം, അവനെ വിളിക്കരുത്. ഡോൺ കോൾ ഹിം, അത് നെഗറ്റീവായ കമാൻഡാണ്. അരുത്. ഇവിടെ ഡോണ്ട് എന്ന വാക്കിൻ്റെ അർത്ഥം അരുത് എന്നാണ്. ഓക്കെ. ഡോണ്ട് കോൾ ഹിം, അവനെ വിളിക്കരുത്. ഓക്കെ. ഡോൺ ടെൽ ഹിം, അവനോട് പറയരുത്. ഡോണ്ട് റൈറ്റ് ദ ആൻസർ, ഉത്തരം എഴുതരുത്. ഓക്കെ. ഡോണ്ട് ടെൽ ലൈ. ഡോണ്ട് ടെൽ ലൈ. ലൈ എന്ന് പറഞ്ഞാൽ നുണ, കള്ളം എന്നൊക്കെയാണ് അർത്ഥം. അപ്പോൾ ഡോണ്ട് ടെൽ ലൈ എന്ന് പറഞ്ഞാൽ എന്തായി അർത്ഥം? നുണ പറയരുത്, കള്ളം പറയരുത്. മനസ്സിലാവുന്നുണ്ടോ? അതുപോലെ തന്നെ ഇനിയും ഇഷ്ടംപോലെ നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കാൻ കഴിയും അല്ലേ.
ടെൽ ദ ട്രൂത്ത് എന്ന് പറഞ്ഞ ടെൽ ദ ട്രൂത്ത് എന്ന് പറഞ്ഞ സത്യം എന്നാണ് അർത്ഥം. TRUTH ട്രൂത്ത് സത്യം. അപ്പോൾ ടെൽ ദ ട്രൂത്ത് സത്യം പറയുക, അതൊരു പോസിറ്റീവായ കമാൻഡാണ്. ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അതിനെ നെഗറ്റീവായ കമാൻഡാക്കി മാറ്റാൻ കഴിയും. നിങ്ങൾ ടെൽ ദ ട്രൂത്ത് എന്ന വാക്യത്തിൻ്റെ മുമ്പിൽ നിങ്ങൾ ഡോണ്ട് എന്ന ആ ഒരു വേർഡ് ചേർക്കും. ഡോണ്ട് ടെൽ ദ ട്രൂത്ത് എന്തായി? സത്യം പറയരുത്. കണ്ടോ? ഇങ്ങനെ നമുക്ക് ഇഷ്ടം പോലെ കമാൻഡുകൾ പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. നമ്മുടെ സംസാര ഭാഷ പഠിക്കുന്ന ആ ഒരു കൂട്ടത്തിൽ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയേണ്ടതില്ലല്ലോ, അല്ലേ? അപ്പോൾ നിങ്ങളെ ബ്രദർ ഇപ്പോൾ നിങ്ങൾ കല്യാണം കഴിപ്പിച്ച് അയച്ച വീട്ടിൽ നിന്നും നിങ്ങളെ വീട്ടിൽ നിൽക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നിങ്ങളെ ബ്രദർ ഇപ്പോൾ ഈ വർഷം 10th പഠിക്കുകയാണ്. അവന് ഇപ്പോൾ രാത്രിയൊക്കെ ലേറ്റായിട്ടാണ് വീട്ടിൽ വരുന്നത്. അപ്പോൾ നിങ്ങളെക്കാൾ 4-5 വയസ്സ് കുറഞ്ഞ ആളവന്, അപ്പോൾ അല്ലെങ്കിൽ 8-10 വയസ്സ് കുറഞ്ഞ ആളാണ്. അപ്പോൾ നിങ്ങൾ അവനെ ഒന്ന് അഡ്മനീഷ് ചെയ്യുകയാണ്, എന്താ പറയുക, ഉപദേശിക്കുകയാണ്. നിങ്ങൾ ചെയ്യുന്നത് പറയാം, ഡോണ്ട് കം ലേറ്റ്. എന്താ ഡോണ്ട് കം ലേറ്റ് എന്ന് പറഞ്ഞാൽ വൈകി വരരുത്. അല്ലേ? ഡോണ്ട് കം ലേറ്റ്, വൈകി വരരുത്. ഡോണ്ട് കം ഹോം ലേറ്റ്, അങ്ങനെയും പറയാം. ഡോണ്ട് കം ഹോം ലേറ്റ്. അത് ചേർത്ത് സായിബ് പറയുന്ന പോലെ പറയുമ്പോൾ ഡോണ്ട് കം ഹോം ലേറ്റ് എന്നാണ് പറയുക. വീട്ടിൽ വൈകി വരരുത്. ഓക്കെ, സോ കണ്ടോ നിങ്ങൾ, ഇതൊക്കെ നമുക്ക് നമ്മുടെ ദൈനംദിന സംസാര ഭാഷയിൽ ഏറ്റവും കൂടുതൽ ആവശ്യം വരുന്ന ഒരു സംഭവമാണ് ഈ പോസിറ്റീവ് കമാൻഡും നെഗറ്റീവ് കമാൻഡും. ഓക്കെ, ഇനി ഇവിടെ അവസാനിക്കണില്ല കേട്ടോ. ഞാൻ നിങ്ങൾക്ക് ഇന്ന് നിങ്ങൾക്ക് പോസിറ്റീവ് കമാൻഡും നെഗറ്റീവ് കമാൻഡും പോസിറ്റീവ് റിക്വസ്റ്റും നെഗറ്റീവ് റിക്വസ്റ്റും അത്ര ഇന്ന് പഠിപ്പിക്കുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ ഇതോടുകൂടി കഴിഞ്ഞൊന്നും വിചാരിക്കരുത്. നാളെ നമ്മൾ ഈ കമാൻഡിൻ്റെ കൂടെ സംതിങ് അഡീഷണൽ ചേരുവകൾ ചേർക്കാൻ പോവുകയാണ്, അല്ലേ? അപ്പോൾ നിങ്ങൾക്കറിയാം, നമ്മളിപ്പോൾ ഒരു വീട്ടിൽ ഫുഡൊക്കെ ഉണ്ടാക്കുമ്പോൾ ആ ഫുഡ് കൂടുതൽ ഫ്രഷായി തോന്നാനും കൂടുതൽ അതിൻ്റെ ഒരു എന്താ പറയുക ലക്ഷറി ആയിട്ട് തോന്നാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ആ ഫുഡിൻ്റെ കൂടെ നമ്മൾ പലതും ചേർക്കും, അല്ലേ? ഓക്കെ, അപ്പം അങ്ങനെ മുകളിൽ പല എന്താ പറയുക അലങ്കാരപ്പണികളും ചെയ്തു വെക്കും. അപ്പം അങ്ങനെയുള്ള കുറേ അലങ്കാരപ്പണികൾ നമുക്ക് അടുത്ത ക്ലാസ് മുതൽ സ്റ്റാർട്ട് ചെയ്യാനുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് കമാൻഡുകളെ ഇനിയും കൂടുതൽ ഡീപ്പായിട്ട് പരിചയപ്പെടാനുണ്ട്, റിക്വസ്റ്റുകളെയും പരിചയപ്പെടാനുണ്ട്. മനസ്സിലായല്ലോ? ലാംഗ്വേജ് ഒരുപക്ഷെ നിങ്ങൾ ഈ ഒരു സ്റ്റൈൽ ലാംഗ്വേജ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവില്ല. നിങ്ങൾ ഇംഗ്ലീഷ് ലാംഗ്വേജ് പഠിക്കാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ ഈ എടുക്കുന്ന ഈ ഒരു രീതിയിൽ മെത്തേഡിൽ നിങ്ങളാരും ലാംഗ്വേജ് പഠിച്ചിട്ടുണ്ടാവില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതുകൊണ്ട് ഇതൊരു ഫസ്റ്റ് മെത്തേഡാണ് എന്ന് വിചാരിച്ച് എല്ലാവരും ശരിക്കും പഠിക്കുക. പരമാവധി മൗത്ത് ജിംനാസ്റ്റിക്സ് ചെയ്യുക. അപ്പോൾ മൗത്ത് ജിംനാസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ ഇനി ആരും ഫീലിംഗ് ആവണ്ട, ബുദ്ധിമുട്ടണ്ട. കാരണം ഇത് നമുക്ക് ഇരുന്നു കൊണ്ടോ കിടന്നുകൊണ്ടോ എങ്ങനെയും ചെയ്യാം, നടന്നുകൊണ്ട് വരെ ചെയ്യാം. പക്ഷെ പുറത്തിറങ്ങി ചെയ്യേണ്ട. കാരണം നമ്മൾ വായ കൊണ്ട് വെറുതെ ഇങ്ങനെ ഈ ഇംഗ്ലീഷ് പറഞ്ഞ് കേൾക്കുന്ന ആൾക്കാർ നമ്മളെക്കുറിച്ച് പലതും ധരിക്കും. നമ്മുടെ നബിസ്താത്താൻ്റെ മരുവോള്, ഓൾക്ക് ഇന്നലെ വരെ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല, ഇന്നിപ്പോൾ അത് എന്തൊക്കെ വിളിച്ച് പറയുന്നുണ്ട്. ഇംഗ്ലീഷ് പഠിച്ച് ആൾക്ക് തലക്ക് എന്തോ കാര്യമായിട്ട് സംഭവിച്ചേക്കണ് തോന്നുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞേക്കാം. അതുകൊണ്ട് നിങ്ങൾ സ്വകാര്യത നന്നായിട്ട് കീപ്പ് ചെയ്തുകൊണ്ട് ബെഡ്റൂമിലോ മറ്റോ ഇരുന്നിട്ട് പറഞ്ഞാൽ മതി. ഓക്കെ, ഇത് നല്ലൊരു പ്രാക്ടീസാണ് കേട്ടോ. കാരണം ഇങ്ങനെ നമ്മളിങ്ങനെ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുക, ഒരാളോട് ഇംഗ്ലീഷ് സംസാരിക്കാനുള്ള ഈ അറപ്പും മടിയും ഒക്കെ ആണ്ട് മാറിക്കിട്ടുള്ളൂ. ഞാൻ പറഞ്ഞാൽ തെറ്റിപ്പോകുമോ എന്നുള്ള ഒരു പേടി മനസ്സിലുണ്ടാവും. തെറ്റിപ്പോവുകയാണെങ്കിൽ ആ തെറ്റെന്താണെന്ന് മനസ്സിലാക്കാൻ ഈ കേൾക്കുന്ന ആൾക്ക് കഴിയണ്ടേ? അത് വലിയ ഇഷ്യൂ ആണ്. അതായത് നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ പറയുമ്പോൾ അത് ഇംഗ്ലീഷ് തെറ്റിപ്പോകുന്നുണ്ടോ എന്ന് മനസ്സിലാവണമെങ്കിൽ കേൾക്കുന്ന ആൾക്ക് തെറ്റാണെന്ന് അറിയാനുള്ള ഒരു കോമൺ നോളജ് ഉണ്ടാവണം. അത് ഉണ്ടാവണം എന്നില്ല. ഞാനുള്ള ആൾക്കാരാണെങ്കിലോ അവർ പറയും അത് മിസ്റ്റേക്ക് അല്ല. കാരണം സംസാര ഭാഷയിൽ എന്ത് മിസ്റ്റേക്കുകളും വരാം. അത് മിസ്റ്റേക്കായിട്ട് കരുതാൻ പാടില്ല. അറിവുള്ളവന് ആ ഒരു ധാരണ ഉണ്ടാവും. ഇപ്പം എൻ്റെ അടുത്തൊന്നും കണ്ടൊരു ആൾ ഇംഗ്ലീഷ് പറയുമ്പോൾ അയാൾ പറയുന്നതൊക്കെ മിസ്റ്റേക്ക് ആണെങ്കിൽ ഞാനത് മിസ്റ്റേക്കായിട്ട് കരുതൂല. കാരണം എന്താണ്?
കാരണം അത്രയേ ഉള്ളൂ. ഇപ്പം നിങ്ങൾ സംസാരിക്കുന്ന മലയാളം എല്ലാം ശുദ്ധമാണ്, പരിശുദ്ധമാണ്, കറക്റ്റാണ്, പെർഫെക്റ്റാണ് എന്നൊരു ധാരണ നിങ്ങൾക്കുണ്ടോ? ഉണ്ടോ? നിങ്ങൾ ഈ വീട്ടിലും കുടുംബത്തിലൊക്കെ പറയുന്ന ആ മലയാളമല്ലേ, അതെങ്ങനെ ശുദ്ധമായ ഭാഷയായിട്ട് മാറുന്നത്? അതെങ്ങനെ നല്ല മലയാളമായിട്ട് മാറുന്നത്? ഒരു നല്ല മലയാളം, ഒരു MA മലയാളം പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞ ഒരു പണ്ഡിതൻ നിങ്ങളെടുത്ത് വന്നുകൊണ്ട് നിങ്ങൾ മലയാളം പറയുന്നത് കേട്ട് അദ്ദേഹത്തോട് മിസ്റ്റേക്കുകൾ തിരുത്താൻ വേണ്ടി പറയുകയാണെങ്കിൽ മൂപ്പർക്ക് മിസ്റ്റേക്ക് തിരുത്താൻ വേണ്ടി മാത്രം സമയം ഉണ്ടാവുള്ളൂ. അത്രയും ഹിമാലയൻ ബ്ലെൻഡർ എന്ന് പറഞ്ഞാൽ ഹിമാലയ പർവ്വതത്തിൻ്റെ അത്രയും വലിയ മിസ്റ്റേക്കുകൾ നമ്മൾ മലയാളത്തിൽ പറയുന്നുണ്ട്. പക്ഷെ നമ്മളത് കാര്യമാക്കുന്നുണ്ടോ? അങ്ങനെ തെറ്റ് വരും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ മലയാളം പറയാതിരിക്കുന്നുണ്ടോ? എവിടെ? അടിച്ച് മിന്നി പറയല്ലേ. അതാണ് സംസ്ഥാന ഭാഷയുടെ പ്രത്യേകത. ഇംഗ്ലീഷും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇനി മിസ്റ്റേക്ക് വരുമോ എന്നുള്ള പ്രശ്നമേ ഇല്ല. തോന്നിയത് അടിച്ച് മിന്നി പറയാം ആണ് വേണ്ടത്. മിസ്റ്റേക്ക് വരികയാണെങ്കിൽ വരട്ടെ, അല്ലേ? ഈ ഭൂമിയിൽ എല്ലാവരും നടത്തം പഠിച്ചേക്കേണ്ടത് ഒരുപാട് വീണുകാണ്ടാണ്. അല്ലാതെ ഒരാളും ജനിച്ച ഉടനെ അവിടെ നല്ല സ്റ്റൈൽ നടന്നു പോയിട്ടൊന്നുമില്ല. കുറേ വീണും, കുറേ നിരങ്ങിയും, കുറേ ഇഴഞ്ഞും, കുറേ കരഞ്ഞും, കുറേ ചിരിച്ചൊക്കെയാണ് നമ്മൾ നടത്തം പഠിച്ചത്, എല്ലാം പഠിച്ചത്. അതാണ് നാച്ചുറാലിറ്റി. അങ്ങനത്തെ സംസാരം പഠിയുള്ളൂ. അപ്പോൾ സംസാരത്തിൽ മിസ്റ്റേക്ക് വരിക എന്നുള്ളത് അതൊരു വലിയ പ്രോബ്ലം ഒന്നുമല്ല. അതൊരു കോമണായ കാര്യമാണ്, സാധാരണയായി നിലനിൽപ്പുള്ള കാര്യമാണ് എന്ന് മനസ്സിലാക്കിയിട്ട് തെറ്റ് വരുത്താൻ വേണ്ടി പറയരുത്. പക്ഷേ തെറ്റ് വന്നോട്ടെ, അത് മൈൻഡ് ചെയ്യണ്ട, നന്നായിട്ട് പറയാം. ഓക്കെ, ഇപ്പം മനസ്സിലായല്ലോ അല്ലേ? അപ്പോൾ നമുക്ക് വീട്ടിൽ നിന്ന് പറഞ്ഞു വെക്കാം. പിന്നെ കുറേ കമാൻഡുകളും കുറേ പോസിറ്റീവും നെഗറ്റീവും കമാൻഡ് പറയാം. ഇനി ഒരു പോസിറ്റീവായ കമാൻഡിനെ പോസിറ്റീവായ റിക്വസ്റ്റ് ആക്കി മാറ്റാൻ ഭയങ്കര ഈസിയാണ്. നമ്മുടെ ഈ പഠന പദ്ധതിയുടെ ഒരു രസം അതാണ്. ഏറ്റവും ഈസി ആയ ഒരു മെത്തേഡിലാണ് ഞാൻ നിങ്ങളെ മുമ്പിൽ ഈ കാര്യം പഠിപ്പിക്കുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ? ഏറ്റവും ഈസിയൊരു മെത്തേഡാണത്. ഇതിൽ നിങ്ങൾ ഒരുവിധം ഇംഗ്ലീഷുമായി ബന്ധപ്പെട്ട മുഴുവൻ വാക്യങ്ങളിലേക്കും നിങ്ങൾ എത്തും എന്നാണ് എൻ്റെ പ്രതീക്ഷ. പക്ഷെ ഒരു തല ഞാൻ പറഞ്ഞ് മറ്റു തലയിലേക്ക് എത്തുമ്പോൾ ഈ പറഞ്ഞു കഴിഞ്ഞ തല മറന്നു പോകരുത്. ഓക്കെ, അപ്പോൾ നോക്കൂ, നിങ്ങൾ നെക്സ്റ്റ് നമുക്ക് അടുത്തൊരു റിക്വസ്റ്റ് ആക്കാൻ. അപ്പോൾ നിങ്ങൾ കോൾ ഹിം, അല്ലേ? കോൾ ഹിം എന്ന വാക്യം നമുക്ക് എല്ലാവർക്കും അറിയാം, പോസിറ്റീവ് കമാൻഡാണ്. അതിൻ്റെ ആദ്യമോ അവസാനമോ നിങ്ങൾ പ്ലീസ് എന്നൊരു വേർഡ് ചേർക്കുകയാണെന്ന് വിചാരിക്കുക. എന്താ പ്ലീസ് പറഞ്ഞ വാക്കിൻ്റെ സ്പെല്ലിങ്? PLEASE, അല്ലേ? അപ്പോൾ പ്ലീസ് കോൾ ഹിം എന്നായി കഴിഞ്ഞാൽ അത് പിന്നെ ഒരിക്കലും കമാൻഡ് അല്ല, അതൊരു പോസിറ്റീവായ റിക്വസ്റ്റ് ആയിട്ട് മാറി. പ്ലീസ് കോൾ ഹിം എന്താ അർത്ഥം? ദയവായി അവനെ വിളിക്കൂ. പ്ലീസ് കോൾ ഹിം. അപ്പോൾ പോസിറ്റീവ് കമാൻഡ് ഉണ്ടാക്കാൻ എത്ര ഈസിയാണ്. പ്ലീസ് കോൾ ഹിം. ഓക്കെ, ഇനി നമുക്ക് ഇത് നെഗറ്റീവായ പോസിറ്റീവായ റിക്വസ്റ്റ് ഉണ്ടാക്കാൻ ഭയങ്കര ഈസിയാണ് കമാൻഡിൽ നിന്ന്, അല്ലേ? ഇനി നെഗറ്റീവായ റിക്വസ്റ്റ് ആക്കണമെങ്കിലോ ഒരു ബുദ്ധിമുട്ടുമില്ല. നേരത്തെ നിങ്ങൾ നെഗറ്റീവായ കമാൻഡ് പറഞ്ഞില്ലേ, അതിൻ്റെ ആദ്യമോ അവസാനമോ പ്ലീസ് ചേർത്താൽ മതി. രണ്ട് ഭാഗത്തും കൂടി ചേർക്കരുത്. ഏതേ ഒരു ഭാഗത്ത്, ഒന്നുകിൽ ആദ്യം ചേർക്കാം അല്ലെങ്കിൽ അവസാനം ചേർക്കാം. പ്ലീസ് ഡോണ്ട് കോൾ ഹിം, അങ്ങനെയും പറയാം. ഡോണ്ട് കോൾ ഹിം പ്ലീസ്. ഡോണ്ട് കോൾ ഹിം പ്ലീസ് അതൊരു നെഗറ്റീവായ റിക്വസ്റ്റ് ആയിട്ട് മാറി. ഇപ്പം എന്ത് ഈസിയാണ് സംഭവങ്ങൾ. നമുക്ക് ഒരാളുമായിട്ട് സംസാരിക്കേണ്ടി വരുമ്പോൾ ഇങ്ങനെയുള്ള മുഴുവൻ കാര്യങ്ങളും നമുക്ക് അറിയണം, നമുക്ക് സംസാരിക്കേണ്ടി വരും. ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ ഇപ്പോൾ നിങ്ങൾ പോസിറ്റീവായ റിക്വസ്റ്റുകൾ നിങ്ങൾ കണ്ടു, അല്ലെ? പ്ലീസ് കോൾ ഹിം. ഞാൻ പ്ലീസിൻ്റെ കൂടെ നമുക്ക് നാളെ അല്ലെങ്കിൽ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ക്യാൻ യു എന്ന വേർഡ് ചേർക്കാനുണ്ട്. അപ്പോൾ ക്യാൻ യു പ്ലീസ് കോൾ ഹിം കുറച്ചും കൂടി അടിപൊളി. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ നല്ലൊരു ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മേലെ കുറച്ച് അലങ്കാരപ്പണിയൊക്കെ ചെയ്താൽ എങ്ങനെ ഉണ്ടാവും, അതേപോലെ നമ്മുടെ ഇംഗ്ലീഷ് നല്ല അലങ്കാരപ്പണി ചെയ്ത് ഇംഗ്ലീഷാക്കി മാറ്റാം. നമുക്ക് ആദ്യം ഈ ഫുഡ് ഉണ്ടാക്കാൻ പഠിക്കാം, എന്നിട്ട് മതി അലങ്കാരം, അല്ലേ? അതല്ല നല്ലത്, അല്ലേ? അപ്പോൾ ഈസി അല്ലേ പഠിക്കുന്നത്, അല്ലേ? കോൾ ഹിം, ഡോണ്ട് കോൾ ഹിം, പ്ലീസ് കോൾ ഹിം, പ്ലീസ് ഡോണ്ട് കോൾ ഹിം, ഓർ ഡോണ്ട് കോൾ ഹിം പ്ലീസ്, ഡോണ്ട് കോൾ ഹിം പ്ലീസ്. ഡോണ്ട് കോൾ മീ. ഇപ്പം നിങ്ങളുടെ ഒരു കൂട്ടുകാരിയുണ്ട്,
നിങ്ങൾ ഇന്നും സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ 10 മണി കഴിഞ്ഞ് 10 മിനിറ്റ് ആകുമ്പോഴായിരുന്നു ക്ലാസ്സിലെത്തിയിരുന്നത്. അത് നിങ്ങളെ കൂട്ടുകാരി നിങ്ങൾക്ക് ആ പേരിട്ടു 10:10. ഇപ്പൊ നിങ്ങൾക്ക് ആ ഇരട്ടപ്പേര്. അപ്പോൾ നിങ്ങൾ ഫാമിലി സഹിതം ഏതെങ്കിലുമൊക്കെ ഫംഗ്ഷൻ പോകുമ്പോൾ അവൾ നിങ്ങളെ കാണുമ്പോൾ ഹസ്ബൻഡ് മുമ്പിൽ വെച്ച് തന്നെ അവൾ ആ പേര് വിളിക്കാറുണ്ട് 10:10 എന്ന്. അപ്പോൾ നിങ്ങൾ അവളുടെ അടുത്ത് പറയാണ്, പ്ലീസ് ഡോണ്ട് കോൾ മീ ദ നിക്ക് നെയിം. പ്ലീസ് ഡോണ്ട് കോൾ മീ. കണ്ടോ, പ്ലീസ് ഡോണ്ട് കോൾ മീ, ദയവായി ഇന്നെ വിളിക്കരുത്. എന്ത് ഇത് നിക്ക് നെയിം, ആ വിളിപ്പേര്, ആ ഇരട്ടപ്പേര്. കണ്ടോ, എന്ത് സ്റ്റൈലായിട്ട് പറയാൻ കഴിയും നമുക്ക്, അല്ലേ? അതുപോലെ നമ്മളെ ഒരാൾ വെറുതെ എന്താ പറയുക, ചീത്ത പറയുകയാണ്. നമുക്ക് വേണമെങ്കിൽ പറയാം, ഡോണ്ട് കോൾ മീ നെയിംസ്, എന്നെങ്ങനെ വൃത്തികെട്ട പേരൊന്നും എന്നെ വിളിക്കരുത്. ഡോണ്ട് അബ്യൂസ് മീ, അങ്ങനെയും പറയാം. ഡോണ്ട് അബ്യൂസ് മീ, അബ്യൂസറിനെ ചീത്ത പറയാം. ഡോണ്ട് അബ്യൂസ് മീ, എന്നെ ചീത്ത പറയരുത്. ഡോണ്ട്, ഈ ചീത്ത പറയുമ്പോൾ മോശമായ വാക്കുകൾ ഉപയോഗിച്ചാണ് ചീത്ത പറയുന്നതിനെ അബ്യൂസ് എന്നും, മോശമായ വാക്കുപയോഗിക്കാതെ ഭയങ്കര സ്ട്രോങ്ങിൽ ശബ്ദം ഒക്കെ ഉയർത്തിക്കാണ്ട് ചീത്ത പറയുന്നതിന് സ്കോൾഡ് എന്നാണ് പറയുക. ഡോണ്ട് സ്കോൾഡ് മീ, എന്നെ ചീത്ത പറയരുത്. ഇനി ഒരാൾ നമ്മളെ കളിയാക്കിക്കാണ്ട് ആകെ മാനം കെടുത്തുകയാണെങ്കിൽ ഡോണ്ട് ഹ്യൂമിലിയേറ്റ് മീ. അങ്ങനെ ഒരാളെ കളിയാക്കിയാണ്ട് വളരെ മോശമാക്കുന്നതിന് നമ്മൾ ഉപയോഗിക്കുന്ന വാക്കാണ് ഹ്യൂമിലിയേറ്റ്. ഡോണ്ട് ഹ്യൂമിലിയേറ്റ് മീ. കണ്ടോ, എന്ത് സ്റ്റൈലാണ് ഇതൊക്കെ പഠിക്കാൻ. അപ്പോൾ ഇങ്ങനെയുള്ള വാക്കുകൾ നമ്മൾ പഠിക്കുക എന്നുള്ളത് ഏറ്റവും വലിയൊരു കാര്യം തന്നെയാണ്. വാക്കുകൾ അറിയണം. വാക്കുകൾ ഭാഷയുടെ ഹാർട്ടാണ്. വാക്കുകൾ ഉണ്ടെങ്കിലേ ഭാഷയുള്ളൂ. വാക്കുകൾ പഠിക്കുക തന്നെ വേണം. ഓക്കെ, അതൊക്കെ വഴിയെ പഠിക്കാം കേട്ടോ. നമ്മളറിയാതെ തന്നെ വാക്കുകൾ പഠിക്കാൻ സിസ്റ്റമൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ ഒരുപാട് സമയം ക്ലാസ് എടുത്തുകാണ്ട് ഒരുപാട് കാര്യം പഠിപ്പിക്കുന്നില്ല. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ 6 വാക്യം പഠിച്ച് പൂർത്തിയാക്കി. അതിൻ്റെ കൂടെ 4 വാക്യം: പോസിറ്റീവ് കമാൻഡ്, നെഗറ്റീവ് കമാൻഡ്, പോസിറ്റീവ് റിക്വസ്റ്റ്, നെഗറ്റീവ് റിക്വസ്റ്റ്. അല്ലേ? എന്ത് ഈസിയാണ് സംഭവം. ഈസിയാണോ അല്ലേ? നിങ്ങളൊന്ന് പറയും. ഇങ്ങനെ പഠിക്കുന്ന രീതി ഈസിയാണോ അല്ലേ? അപ്പോൾ ശരിക്കും ഫോളോ ചെയ്യുക. ഇത് എൻ്റെ മെത്തേഡല്ല കേട്ടോ, അത് ഞാൻ ഉണ്ടാക്കിയ മെത്തേഡൊന്നും അല്ല. നിങ്ങൾ അങ്ങനെ വിചാരിക്കണ്ട. കുറേ മെത്തേഡൊക്കെ ഉണ്ടാക്കാൻ നോക്കിയിട്ടുണ്ട്, പക്ഷെ ഇത് എൻ്റെ മെത്തേഡല്ല. ഇത് പിന്നെ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയും കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയും ചേർന്നിട്ട് ഈ വിദേശ രാജ്യങ്ങളിൽ, അത് ബ്രിട്ടീഷുകാർക്ക് ലോകത്തെ മറ്റെല്ലാ രാജ്യങ്ങളും വിദേശ രാജ്യങ്ങളാണ്. അവിടെയുള്ള ആളുകളെ ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ വേണ്ടി 2 യൂണിവേഴ്സിറ്റിയും ചേർന്നിട്ട് ഒരു പ്രൊജക്റ്റ് ഉണ്ടാക്കിയിരുന്നു. ആ പ്രൊജക്റ്റിൻ്റെ പേര് ലിംഗഫോൺ ടെക്നോളജി എന്നാണ്. ലിംഗഫോൺ ടെക്നോളജി ബൈ ഓക്സ്ബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ ഓക്സും കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലെ ബ്രിഡ്ജും ചേർന്നുകാണ്ട് ഓക്സ്ബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി എന്നൊരു പേര് കൊടുത്തുകൊണ്ട് അങ്ങനെയാണ് ഇത്. കുറെ മുമ്പ് ഇതിൻ്റെ പിന്നെ 5ഓളം വരുന്ന പുസ്തകങ്ങൾ കുറെ മുമ്പ്, ഞാനന്ന് PG ഇംഗ്ലീഷ് പഠിക്കുകയാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ കോഴിക്കോട് ഫാറൂഖ് കോളേജിൽ ഓഫ്ലൈൻ വിദ്യാർത്ഥിയായിട്ട് 2000-2001 അധ്യയന വർഷം ഞാൻ പോസ്റ്റ് ഗ്രാജുവേഷൻ ഇൻ MA ഇംഗ്ലീഷ് ലിറ്ററേച്ചർ പഠിക്കേണ്ട സമയത്ത് ഞങ്ങളൊരു അധ്യാപകൻ ക്ലാസ്സിൽ കൊടുത്തിട്ട് ഈ പുസ്തകം പരിചയപ്പെടുത്തി. അപ്പോൾ ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിൽ ഈ പുസ്തകം വാങ്ങിക്കാം. ഈ പുസ്തകം വാങ്ങിക്കണമെങ്കിൽ നമ്മൾ ഓർഡർ ചെയ്യണം. അതിൻ്റെ കൂടെ കുറേ അന്നൊക്കെ CD ആയിരുന്നു. ഇന്നിപ്പോൾ CD ഒക്കെ ഔട്ട് ഓഫ് ഫാഷനായി. CD നിങ്ങൾക്ക് കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് ഏകദേശം 30-40 CD ഒക്കെ ഉണ്ടായിരുന്നു. ഒരു വലിയൊരു പാക്കേജിനായിരുന്നു. അതിന് ഇന്ത്യൻ കറൻസിയിൽ നല്ല എമൗണ്ട് വരുന്നുണ്ട്. ഞങ്ങൾക്കൊന്നും അത്രയും വലിയൊരു എമൗണ്ട് ഞങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ കഴിയില്ലായിരുന്നു. പക്ഷെ ഞാൻ ആ പുസ്തകം സാറെടുത്ത് വായിക്കാനായിട്ട് വാങ്ങിച്ചു. 1 മാസം കയ്യിൽ വെച്ചു, മുഴുവനും വായിച്ച് തീർത്തു. അതിലുള്ള പോയിന്റ്സൊക്കെ എഴുതി വെച്ചു. ഇംഗ്ലീഷ് എവിടെ കിട്ടിയാലും അന്നും ഇന്നും എന്നും നമ്മൾ വിടൂല. ഓക്കെ, അതെങ്ങനെയെങ്കിലും സ്വായത്തമാക്കി വായിച്ച് പഠിച്ചിരിക്കും. മനസ്സിലായില്ലേ? അന്ന് അവിടുന്ന് കിട്ടിയ കുറേ നോളേജ് ഉണ്ട്. അത് ഇന്നും എൻ്റെ കൂടെ ഉണ്ട്. ആ നോളേജ് കഴിഞ്ഞൊരു 10-25 വർഷമായിട്ടും അത് പോയിട്ടൊന്നുമില്ല കേട്ടോ. ഓക്കെ, ആ നോളേജിൽ പെട്ട ഒന്നാണ് ഈ പറയുന്ന വാക്യങ്ങൾ. ഇത് നല്ല സ്റ്റൈലിൽ അടിപൊളിയായിട്ട് പഠിച്ചോളൂ. നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയും. അതിന് ഞാനാണ് വിറ്റ്നസ്, ഞാനാണ് ഐ വിറ്റ്നസ്, ഞാനാണ് സാക്ഷി.
ഓക്കെ, കഴിയും. ഇതിങ്ങനെ കേട്ടതുകൊണ്ട് മാത്രം ഈ ക്ലാസ്സിലുള്ള ഒരാളും സംസാരിക്കൂല. ഇത് പ്രാക്ടീസ് തന്നെ വേണം. മനസ്സിലായല്ലോ? ഇപ്പം ഞാൻ ഈ ക്ലാസ്സിൽ നിങ്ങൾക്ക് നീന്തൽ എന്ന വിഷയമാണ് എടുക്കുന്നതെന്ന് സങ്കല്പിച്ചോളൂ. ഞാൻ നിങ്ങൾക്ക് ആക്ഷനോ കാണിച്ചു തന്ന് നിങ്ങളെ കൊണ്ട് കുറേ ക്വസ്റ്റ്യാൻസിനൊക്കെ ബൈഹാർട്ട് പഠിപ്പിച്ചു. നിങ്ങൾക്ക് ഗൂഗിൾ ഫോമിൽ എക്സാം ഒക്കെ നടത്തി നിങ്ങൾക്ക് ഫുൾ മാർക്കും കിട്ടി. നിങ്ങളിൽ ആ പാസ്സായ മുഴുവൻ ആളുകളെയും കുളത്ത് കൊണ്ടുപോയാണ് തള്ളിയിട്ടു. എന്താ ഉണ്ടാവുക അല്ലേ? ഒരു 5-6 മിനിറ്റ് കൊണ്ട് പല കാര്യവും തീരുമാനിക്കേണ്ടി വരും. ഉറപ്പല്ലേ അല്ലേ? എന്തായാലും ആ കുളത്തിൽ ഒരു 3-4 പേര് മുങ്ങി മരിക്കും. തള്ളിയിട്ട ആൾക്കാരൊക്കെ മുങ്ങി മരിക്കും, അത് ഉറപ്പാണ്. കാരണം അവിടെ പ്രാക്ടീസ് ഇല്ല. ഈ നീന്തൽ പോലെ തന്നെയാണ് സ്പോക്കൺ ഇംഗ്ലീഷും, സംസാരിക്കുന്ന ഇംഗ്ലീഷും. സംസാരിച്ചാലേ പഠിയൂ. നമ്മളെ സംബന്ധിച്ച് വീട്ടിൽ സംസാരിക്കാൻ ഒരാളില്ല. ഓക്കെ, അത്തരം വേളയിൽ നമ്മൾക്ക് ഏറ്റവും നല്ലൊരു മാർഗം എന്ന് പറഞ്ഞാൽ സ്വയം സംസാരിക്കുക എന്നുള്ളതാണ്. മൗത്ത് ജിംനാസ്റ്റിക്സ്. ഇതിന് നിങ്ങളെല്ലാവരും ഒരു 10 മിനിറ്റെങ്കിലും നിങ്ങൾ സ്വയം സമയം കണ്ടെത്തുക. രാത്രിയോ അതിരാവിലെയോ. പിന്നെ അതിരാവിലെയാണ് ഏറ്റവും നല്ലത്. പക്ഷേ അതിരാവിലെ ഞാൻ കൂടുതൽ പ്രോത്സാഹിപ്പിക്കാത്തത് എന്താ വെച്ചാൽ, അതിരാവിലെ നിങ്ങൾ എഴുന്നേറ്റ് പിന്നെ പ്രാർത്ഥനക്കും മറ്റൊക്കെ സമയം കണ്ടെത്തി അപ്പോഴേക്കും നിങ്ങളെ കുട്ടികളൊക്കെ മദ്രസയിൽ പോകാനോ അല്ലെങ്കിൽ നിങ്ങളെ വീട്ടിലെ മറ്റു മെമ്പേഴ്സ് അവർക്കുള്ള ഫുഡൊക്കെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ടി വരും. അപ്പോൾ നിങ്ങൾക്ക് സമയം ഫ്രീ ഉണ്ടാവണം എന്നില്ല. ഏറ്റവും നല്ലത് രാവിലെയാണ്, അല്ലെങ്കിൽ രാത്രി ലേറ്റ് നൈറ്റ്, എപ്പോഴായാലും കുഴപ്പമില്ല. നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ഇനി ഇത് ഉച്ചക്കാണെങ്കിൽ പ്രാക്ടീസ് ചെയ്യുക. ഇതിനങ്ങനെ സമയമൊന്നുമില്ല. എപ്പോഴാണെങ്കിലും നിങ്ങളൊരു വാക്യം കണ്ടെത്തുക, ആ വാക്യത്തെ 6 മാറ്റുക. എങ്ങനെ? പോസിറ്റീവ് സ്റ്റേറ്റ് സെന്റൻസ്, നെഗറ്റീവ് സെന്റൻസ്, പോസിറ്റീവ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ, നെഗറ്റീവ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ, പോസിറ്റീവ് WH ക്വസ്റ്റ്യൻ, നെഗറ്റീവ് WH ക്വസ്റ്റ്യൻ. അത് കഴിഞ്ഞ ശേഷം ആ വാക്യത്തെ നമുക്ക് വേണമെങ്കിൽ കമാൻഡാക്കി മാറ്റാം. അപ്പോൾ ഐ ലൈക്ക് യു എന്ന വാക്യത്തെ നമുക്ക് വേണമെങ്കിൽ കമാൻഡ് ഇങ്ങനെ ആക്കാം. ലൈക്ക് മീ. നിങ്ങളെ മകനോട് അല്ലെങ്കിൽ മകളോട് പറയണം, ലൈക്ക് മീ, എന്നെ ഇഷ്ടപ്പെടൂ അല്ലേ? ലൈക്ക് മീ അങ്ങനെ പറഞ്ഞൂടെ? പറയാൻ പോസിറ്റീവ് കമാൻഡാണ്. ഡോൺ ലൈക്ക് മീ എന്ന് പറയണ്ട. ഇതിന് പറയാം ഡോൺ ഹെയ്റ്റ് മീ, എന്നെ വെറുക്കരുത്. ഡോൺ ഹെയ്റ്റ് മീ, എന്നെ വെറുക്കരുത്. അത് നെഗറ്റീവായ കമാൻഡാണ്. പ്ലീസ് ലൈക്ക് മീ, അത് പോസിറ്റീവായ റിക്വസ്റ്റ് ആണ്. പ്ലീസ് ഡോണ്ട് ഹെയ്റ്റ് മീ, ദയവായി എന്നെ വെറുക്കരുത്. ഇത് നെഗറ്റീവായ റിക്വസ്റ്റ് ആണ്. എന്ത് ഈസിയാണ് 10 വാക്യം ഉണ്ടാക്കാൻ. ഇന്നൊക്കെ 10 വാക്യം ആയിട്ടുള്ള ടോട്ടല്. നമുക്ക് നാളെ ഇനിയും കൂടും കേട്ടോ. നാളെ മീൻസ് അടുത്ത ക്ലാസ് മുതൽ ഇനി എണ്ണം കൂടുന്നത് ബുദ്ധിമുട്ടാവുമോ? എണ്ണം കൂടി വന്നാൽ പഠിക്കാൻ ബുദ്ധിമുട്ടാവുമോ? ശരിക്ക് ഫോളോ ചെയ്തോളി ഈ രീതി. ഇതോടു കൂടി നമുക്ക് ഇംഗ്ലീഷായിട്ട് പഠിക്കണം. നമുക്ക് ഇനി ഇവിടുന്ന് അങ്ങോട്ട് വേറൊരു ഭാഗം കൂടി ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. മനസ്സിലായല്ലോ? നമ്മൾ ഇപ്പോൾ ഒരാളോട് അല്ലെങ്കിൽ നമ്മളെ അമ്മയോടുള്ള ഇഷ്ടം പറയാൻ വേണ്ടി നമ്മൾ പറഞ്ഞ വാക്യമാണ് ഐ ലൈക്ക് യു അല്ലേ? ഇത് ഇപ്പോഴുള്ള സംഭവമാണ്. എന്നാൽ നമുക്ക് നമ്മുടെ പിന്നെ ഏടത്തിയെ അല്ലെങ്കിൽ അനിയത്തിയെ നമ്മൾ ചിലപ്പോൾ ഇപ്പോഴും ഇഷ്ടമാവാം. പക്ഷേ മുമ്പ് നമുക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. എന്നാൽ ഇപ്പോൾ അത്രയും ഇഷ്ടമുണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ അത് ചോദ്യം ചെയ്യേണ്ട കാര്യമാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ അവളോട് പറയണേ ഐ ലൈക്ക്ഡ് യു. കണ്ടോ? ലൈക്കിൻ്റെ കൂടെ ഞാൻ ഡി ചേർത്തു. ഐ ലൈക്ക്ഡ് യു, ഞാൻ നിന്നെ ഇഷ്ടപ്പെട്ടിരുന്നു. ഇപ്പോഴല്ല, മുമ്പ്. ഐ ലൈക്ക്ഡ് യു. ഇങ്ങനെ പറയുമ്പോൾ പ്രജിത എന്തിയാ? ഹലോ പ്രജിത, ഒരു കമൻറ്റ് വന്നേക്കണ്, പറഞ്ഞോളൂ. പ്രജിതക്ക് എന്തെങ്കിലും പറയാണ്ടെങ്കിൽ പറഞ്ഞോളൂ. I am all here to be hearing with you. ഓക്കെ, എന്തെങ്കിലും ആർക്കെങ്കിലും പറയാണ്ടെങ്കിൽ മൈക്ക് ഓണാക്കി പറയട്ടോ, കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഓക്കെ, കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇംഗ്ലീഷിൽ പറയലാക്കണം. യെസ്, പറഞ്ഞോളൂ. ഓക്കെ, പറയൂ പ്രജിത. ഇല്ല, നമ്മൾ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 20 മിനിറ്റ് ആയിക്കണ് ക്ലാസ് തുടങ്ങിയിട്ട്. ക്ലാസ് റെക്കോർഡിംഗ് ആണ്. ഇതിൻ്റെ യൂട്യൂബ് വീഡിയോ അപ്ലോഡ് ചെയ്ത ലിങ്ക് നാളെ മോർണിംഗ് ഞാൻ ഷെയർ ചെയ്യും കേട്ടോ. ഓക്കെ, അപ്പോൾ ഇനി ക്ലാസ് വൈകി ജോയിൻ ചെയ്താലും ഫീലിംഗ് ആവണ്ട. നമുക്ക് നഷ്ടപ്പെട്ട ഭാഗമൊക്കെ നാളെ കിട്ടും. ഓക്കെ, അപ്പോൾ
ഈ സ്റ്റൈല് ഇത് ഞാൻ കൂടുതലായിട്ട് പറയുന്നില്ല. ഇന്ന് 10 വാക്കിന് മറ്റന്നാളെ പഠിപ്പിക്കാൻ പോകുന്ന കാര്യം ഇന്ന് ആരംഭിക്കുകയാണ്. ഐ ലൈക്ക്ഡ് യു. എനിക്ക് നിങ്ങളെ ഇഷ്ടമായിരുന്നു. നിങ്ങൾ നിങ്ങളുടെ സഹോദരിയോട് പറയുകയാണ്, നിങ്ങളുടെ ഏട്ടത്തിയോട് പറയുകയാണ്. ഇപ്പോൾ നിങ്ങൾക്കൊരു കുടുംബമായി. ഏടത്തി എപ്പോഴും ഇഷ്ടമാണ്, പക്ഷെ പഴയതുപോലെ ഇഷ്ടമല്ല അല്ലേ? അവർക്കും കുടുംബമായി. ഇപ്പോൾ നിങ്ങളും അവരും ചില വിശിഷ്യ ദിവസങ്ങളിൽ നിങ്ങളെ വീട്ടിൽ പിന്നെ ഒന്നിച്ചു കൂടും, കുശലവർത്തമാനങ്ങൾ പറയും അല്ലേ? 2 ദിവസം ഒന്നിച്ചു നിന്ന് കഴിഞ്ഞാൽ 3-ാം ദിവസം ചിലപ്പോൾ പഴയതുപോലെ കുട്ടിക്കാലത്തെ പോലെ വഴക്കുണ്ടാവാറുണ്ട്. സ്വാഭാവികമാണ്, അതൊരു രസമാണ്. ഓക്കെ, സോ ഐ ലൈക്ക്ഡ് യു. ഇത് ഒരു പോസിറ്റീവായ വാക്യമാണെങ്കിൽ ഇതിൻ്റെ നെഗറ്റീവ് ഐ ഡോണ്ട് ലൈക്ക് യു എന്നല്ല. പകരം ഇതിൻ്റെ നെഗറ്റീവ് ഐ ഡിഡിൻറ്റ് ലൈക്ക് യു എന്നാണ്. കാരണം ഐ ലൈക്ക് യു എന്ന വാക്യവും ഐ ലൈക്ക്ഡ് യു എന്ന വാക്യവും തമ്മിൽ വ്യത്യാസമുണ്ട്. ഐ ലൈക്ക് യു എന്ന് പറയുന്ന വാക്യം പ്രസന്റ് ആണ്. ഐ ലൈക്ക്ഡ് യു എന്ന് പറയുന്ന വാക്യം പാസ്റ്റ് ആണ്. ഓക്കെ, നമുക്ക് ഇങ്ങനെ ഏകദേശം നമുക്ക് 24ഓളം പ്രധാനപ്പെട്ട സഹായക്രിയകൾ. ഡു നിങ്ങളിപ്പോൾ നേരത്തെ പഠിച്ചു. ഡിഡ് ഇപ്പോൾ നിങ്ങളിന്ന് കേട്ടു. ഡിഡ് ഡിഡിൻറ്റ് കേട്ടു. അത് ഞാൻ അടുത്ത ക്ലാസ്സിൽ കൂടുതൽ കേൾക്കും. ഇനി ഡസ് കേൾക്കാനുണ്ട്. അതുപോലെ വില്ല്, ഷാള്, ഈസ്, ആറ്, ആം, വാസ്, വേറ്, ഹാസ്, ഹാവ്, ഹാഡ്, ക്യാന്, കുഡ്, മേ, മൈറ്റ്, ഷാള്, ഷുഡ്, വില്ല്, വുഡ്, അങ്ങനെ 24ഓളം സഹായക്രിയകൾ ഇതേപോലെ ചേർത്തുകൊണ്ട് നമുക്ക് 6 വാക്യങ്ങൾ വീതം ക്രിയേറ്റ് ചെയ്യാൻ കഴിയണം. നമ്മുടെ ഈ ഒരു പാഠ്യ പദ്ധതിയുടെ അവസാനം സാറ് എന്തൊക്കെയാണ് പഠിപ്പിക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ്. നിങ്ങൾക്ക് ഈ 6 വാക്യങ്ങൾ മാത്രമല്ല പഠിക്കേണ്ടത്. നിങ്ങളിപ്പോൾ ഡു വെച്ചുകാണ്ട് ഐ ലൈക്ക് യു എന്ന് പറയുമ്പോൾ അതിൽ ഡു ഒളിഞ്ഞിരിക്കുന്നുണ്ട്. ഐ ഡോണ്ട് ലൈക്ക് യു എന്ന് പറയുമ്പോൾ ഡു പുറത്തേക്ക് വരുന്നുണ്ട് അല്ലേ? എല്ലാത്തിലും ഡു ഉണ്ടല്ലോ, ഉണ്ട്. അതുപോലെ ഡിഡ് ഉപയോഗിക്കാൻ അറിയണം, ഡസ് ഉപയോഗിക്കാൻ അറിയണം, ക്യാൻ ഉപയോഗിക്കാൻ അറിയണം, കുഡ് ഉപയോഗിക്കാൻ അറിയണം, വില്ല്, ഷാള്, വുഡ്, ഷുഡ്, ഇങ്ങനെ അങ്ങോട്ട് കുറേ എണ്ണുണ്ട്. കൃത്യമായി പറഞ്ഞാൽ 24 ആ 24-ൽ 1 ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട്. കാരണം 1 ഇംഗ്ലീഷിൽ നിന്ന് പുറത്തു പോയതാണ്. അപ്പോൾ 23 ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഈ 6 വാക്കുകൾ ഉണ്ടാക്കാൻ പഠിഞ്ഞാൽ അന്ന് ഞാൻ ഈ കോഴ്സ് നിർത്തിക്കോളാം. ഓക്കെ, അത്രയേ ഉള്ളൂ. മനസ്സിലായില്ലേ? അത്രയേ ഉള്ളൂ. ഞാനും പഠിച്ചത് ഒരുപാട് പഠിക്കാനുണ്ടോ? ഇല്ല, അത്രയേ ഉള്ളൂ. ഈ 23 എണ്ണം അതിൽ ഒന്നിപ്പോൾ ഡു പഠിച്ചു കഴിഞ്ഞു. ഡു പഠിച്ചില്ലേ? ഉറപ്പല്ലേ? ഇനി ബാക്കി 22 നിങ്ങൾക്ക് എങ്ങനെയാണോ നിങ്ങൾക്ക് പഠിക്കാൻ കഴിയുന്നത് അത് നിങ്ങളെല്ലാവരും ഒന്ന് ക്ലിയറായിട്ട് പഠിച്ചു കഴിയുന്നതോടുകൂടി നമുക്ക് ഈ കോഴ്സിന് നമുക്ക് എന്ത് ചെയ്യാം? വിരാമം ഇടാം. ഓക്കെ, ഇനി ഇത് കുറച്ചാണ്ട് കഴിഞ്ഞാൽ ഭയങ്കര ഈസിയാണ്. ഞാൻ എങ്ങനെ പറഞ്ഞു തരാം കേട്ടോ. ഇപ്പോൾ ഉദാഹരണമായി നമുക്ക് ക്യാന് എന്ന വാക്കെടുക്കാം. ക്യാന് എന്ന ഈ വാക്കിൻ്റെ സഹായക്രിയയായിരിക്കുന്ന ആ വെർബിൻ്റെ അർത്ഥം കഴിയുക എന്നാണ്. കഴിയാം, എന്തെങ്കിലും അവസാനിപ്പിക്കല്ല, പകരം എന്തെങ്കിലും ചെയ്യാൻ കഴിവ്. ഓക്കെ, ക്യാൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വാക്യം ഉണ്ടാക്കാം. എങ്ങനെ? ഹീ ക്യാൻ കം. എന്താ ഹീ ക്യാൻ കം എന്ന് പറഞ്ഞ അർത്ഥം? അവന് വരാൻ കഴിയും. അവന് വരാൻ കഴിയും. ഇനി നമുക്ക് അതിൻ്റെ 6 വാക്യം അല്ല, ഒരു വാക്യം പറഞ്ഞു കഴിഞ്ഞു, ബാക്കി 5 വാക്യം പറയാൻ പോവുകയാണ്. ഹീ കാണ്ട്. കാണ്ട് എന്ന് പറഞ്ഞാൽ കനോട്ടാണ്. നമ്മൾ ആ കനോട്ട് ചുരുക്കി പറഞ്ഞ കാണ്ട് എന്ന് പറയാം. ഹീ കാണ്ട് കം. അവന് വരാൻ പറ്റൂല, വരാൻ കഴിയൂല. ഇനി അതിൻ്റെ പോസിറ്റീവ് എസ് ഓർ നോ ക്വസ്റ്റ്യൻ ഇത് ഞാൻ അടുത്ത ക്ലാസ്സിൽ പഠിപ്പിക്കും കേട്ടോ. ഓക്കെ, ക്യാൻ ഹീ കം? അവന് വരാൻ കഴിയോ? ഓക്കെ, ക്യാൻ ഹീ കം? അവന് വരാൻ കഴിയോ? ഇതിൻ്റെ 4th നെഗറ്റീവ് എസ് ഓർ നോ ക്വസ്റ്റ്യൻ എങ്ങനെ പറയാം? കാണ്ട്. കാണ്ട് ഹീ കം? കാണ്ട് ഹീ കം? അവന് വരാൻ കഴിയൂലേ? പറ്റൂലേ? അവന് വരാൻ കഴിയൂലേ എന്ന് ചോദിക്കാം, പറ്റില്ലേ ചോദിക്കാം. ഓക്കെ, ഇനി നമുക്ക് പോസിറ്റീവ് WH ക്വസ്റ്റ്യൻ പറയാം. ഹൗ ക്യാൻ ഹീ കം? അവന് എങ്ങനെ വരാൻ കഴിയും? ഹൗ ക്യാൻ ഹീ കം? അവന് എങ്ങനെ വരാൻ കഴിയും? ഓക്കെ, ഹൗ ക്യാൻ ഹീ ടെൽ ദ ആൻസർ? അവൻ എങ്ങനെ ഉത്തരം പറയാൻ കഴിയും? ഹൗ ക്യാൻ ഹീ
സ്പീക്ക് ടു യു. അവന് എങ്ങനെ നിങ്ങളോട് സംസാരിക്കാൻ കഴിയും? കണ്ടോ എത്ര അടിപൊളി ഇംഗ്ലീഷ് ഉണ്ടാക്കാൻ പറ്റും? കണ്ടോ നിങ്ങൾ? ക്യാന്. വൈ ക്യാൻഡ് ഹീ കം? അവൻ എന്തുകൊണ്ട് വരാൻ പറ്റൂല? അപ്പം നിങ്ങളുടെ ബ്രദറിൻ്റെ ഒരു വലിയ ബ്രദറിൻ്റെ വീട്ടിൽ ഒരു ഫംഗ്ഷന് വലിയ ബ്രദറും ചെറിയ ബ്രദറും കൂടി എന്തോ ഇഷ്യൂ ഉണ്ട്. അപ്പോൾ വലിയ ബ്രദർ നിങ്ങളോട് പറഞ്ഞു അനിയൻ ഈ എൻ്റെ വീട്ടിലെ ഫംഗ്ഷന് വരണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ ചോദിക്കുകയാണ് വൈ ക്യാൻഡ് ഹീ കം? എന്തുകൊണ്ടാണ് അവന് വരാൻ പറ്റാത്തത്? എന്തുകൊണ്ടാണ് അവന് വരാൻ കഴിയാത്തത്? എന്താ കാരണം? കണ്ടോ, അങ്ങനെയും ചോദിക്കാം. കണ്ടോ, ഈ ട്രാക്കിൽ പോയാൽ നമുക്ക് ഇംഗ്ലീഷ് മലയാളം പോലെ സംസാരിക്കാൻ കഴിയൂലേ? നിങ്ങൾ പറഞ്ഞേരി. ഇത് ബാക്കി പറഞ്ഞിട്ട് മതി ക്ലാസ്. ഇങ്ങനെ പോയാൽ നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റൂലേ? ഒന്ന് പറയൂ. ഇങ്ങനെ പഠിച്ചാൽ ഉറപ്പാണ്. ആ കഴിയുമെന്ന് പറയുമ്പോൾ നമ്മളെ ആ ധൈര്യം വരണം. കഴിയും. ഇനി ഇതിന്ന് പിറകോട്ടില്ല. ഞാനിതിൽ പ്രാക്ടീസ് ചെയ്യും. ഈ സംഭവം ഞാൻ കീഴടക്കും. ഇത് കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഇംഗ്ലീഷ് എല്ലാവരും പറഞ്ഞ പോലെ അത്ര ബുദ്ധിമുട്ടുള്ള സാധനമൊന്നുമല്ല. മലയാളത്തെക്കാളും ഈസിയാണ്. ഞാൻ പറഞ്ഞതല്ല കേട്ടാ. ഇംഗ്ലീഷും മലയാളവും അറബിയും സ്പാനിഷും ഒക്കെ അറിയുന്ന 10-25 ഭാഷകൾ അറിയുന്ന ഒരുപാട് പണ്ഡിതന്മാർ ഇന്ത്യയിലുണ്ട്. അവന്മാർ പറഞ്ഞാൽ ലോകത്ത് പഠിക്കാൻ ഏറ്റവും ബുദ്ധിമുട്ടേറിയ ഭാഷകളിൽ ഒന്ന് മലയാളമാണല്ലോ, ഏറ്റവും ഈസിയുള്ള ഭാഷകളിൽ ഒന്ന് ഇംഗ്ലീഷാണല്ലോ. ഇത് ഞാൻ പുള്ളിടിക്കല്ല, നിങ്ങൾ നന്നായിട്ട് വായിച്ചാൽ കിട്ടും ഈ പോയിന്റൊക്കെ. ഓക്കെ, നമുക്ക് എന്താ ഈ ഇംഗ്ലീഷ് പഠിക്കാത്ത ബുദ്ധിമുട്ട്? ഒരു ബുദ്ധിമുട്ടും ഇല്ലേ. വേണ്ട ഒരു മെത്തേഡ് കണ്ടെത്തിയില്ല, അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇനി ഞാൻ ആദ്യാവസാനം പറയുന്ന കാര്യമാണ്, എൻ്റെ ക്ലാസ് കേട്ടതുകൊണ്ട് മാത്രം നിങ്ങൾക്ക് ഇംഗ്ലീഷ് പറയാൻ കഴിയൂല. ഇൻപുട്ട് വേണം, അപ്പോഴേ ഔട്ട്പുട്ട് കിട്ടുള്ളൂ. എന്താ ഇൻപുട്ട് പറഞ്ഞാൽ? ക്ലാസ് കേൾക്കുക പിന്നെ പറയുക, അല്ലേ? ഇപ്പം നിങ്ങൾ വീട്ടിൽ നിങ്ങളെ മദർ എന്ത് ചെയ്തു? പുട്ടുംകുറ്റി എടുത്തു, അതിലേക്ക് പൊടിയിട്ടു, പിന്നെ തേങ്ങട്ട് ലെവലാക്കി, വീണ്ടും പൊടിയിട്ടു, തേങ്ങ അങ്ങനെ പുട്ട് ചുടുകയാണ്. ഈ പുട്ട് വേവിച്ച ശേഷം എന്ത് ചെയ്യണം? ഔട്ട്പുട്ട്, അല്ലേ? എങ്കിലല്ലേ അത് അത് ഭക്ഷിക്കാൻ കഴിയുള്ളൂ. ആ പുട്ടുംകുറ്റിയിലുള്ള അവസ്ഥയിൽ നിങ്ങൾ ആരെയും അത് ഭക്ഷിക്കുമോ? ഇല്ല. അതുകൊണ്ട് ഈ ഇൻപുട്ടും ഔട്ട്പുട്ടും രണ്ടും കൂടി വേണം. ഇപ്പൊ ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ കേൾക്കുക, ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ മൗത്ത് ജിംനാസ്റ്റിക്സ്, വായു കൂടി ഉണ്ട് വരട്ടെ ഇംഗ്ലീഷ്. ഒറ്റക്ക് പ്രാക്ടീസ് ചെയ്യാം. നിങ്ങളെല്ലാവരും പ്രാക്ടീസ് ചെയ്യൂലേ? ചെയ്യൂലേ? ഉറപ്പ്. ഇന്ന് തന്നെ. അപ്പോ ഓരോ വാക്യം നമ്മൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇനി 24 സഹായ ക്രിയകൾ ഡു മാത്രമേ ആയിട്ടുള്ളൂ. ഡസ് കിടക്കാണ്, ഡിഡ് കിടക്കാണ്, ഹാവ് ഉണ്ട്, ഹാസ് ഉണ്ട്, ഹാഡ് ഉണ്ട്, വില്ലും ഷാളും. ഇനി ഷാള് പറഞ്ഞാൽ നമ്മൾ അണിയുന്ന ഷാളില്ലട്ടാ, അവർക്ക് ഇതൊക്കെ വരാണ്ട്. ഇനി ഷാൾ ചോദിക്കുമ്പോൾ അടുത്ത സാറേ സാരി എന്നാ വരിക ചോദിക്കണ്ട, അത് വരാനില്ല. ഓക്കെ, ഇതൊക്കെ നമുക്കുണ്ട് പഠിച്ച് ലെവലാക്കിയുണ്ടല്ലോ. പിന്നെ ഇംഗ്ലീഷ് ഉണ്ട് വരും, ഉറപ്പല്ലേ? അല്ലേ? അപ്പോൾ നമുക്ക് ഇന്ന് വൈൻഡപ്പ് ചെയ്യാം, അല്ലേ? ഞാനും സൗണ്ട് വല്ല പോരാ, കാരണം ചുമയൊക്കെ ഉണ്ട്. ഞാൻ റിലാക്സ് എടുക്കുകയാണ് കേട്ടോ. ഞാൻ സൗണ്ട് ഒന്ന് ക്ലിയർ ആക്കാൻ വേണ്ടി ഒരാഴ്ച ഗ്യാപ്പ് എടുത്തത്. കാരണം ജലദോഷം എനിക്ക് വരുമ്പോൾ അങ്ങനെയാണ്. ഓണം വിഷുവൊക്കെ പോലെ വന്ന് നല്ല ആഘോഷിച്ചിട്ടേ പോവുള്ളൂ. നമ്മൾ 2 ദിവസം കടുപ്പിലൊക്കെ ആക്കിയിട്ടേ ഒരാൾ പോക്കുള്ളൂ. മനസ്സിലായല്ലോ? ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്ന് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ഇപ്പം എല്ലാവരും ഇന്ന് ടാസ്ക് തൽക്കാലം നമുക്ക് നിർത്തി വെക്കാം. കാരണം ഇന്നിപ്പോൾ ഓൾറെഡി എല്ലാവർക്കും മൗത്ത് ജിംനാസ്റ്റിക്സ് ചെയ്യാനുണ്ട്. ഇന്ന് ഓരോരുത്തരും 10 വാക്യം, ഒരു വാക്യം കിട്ടിയാൽ അത് 10 എണ്ണാക്കി മാറ്റണം. ഒരു വാക്യം കിട്ടിയാൽ ആ കിട്ടിയ വാക്യം ഉൾപ്പെടെ 10 എണ്ണം വരെ ഉണ്ടാക്കാൻ കഴിയണം. കഴിയോ? റെഡിയാണോ? യെസ്. അപ്പോൾ എല്ലാവരും ഇന്ന് മൗത്ത് ജിംനാസ്റ്റിക്സ് ചെയ്യും എന്ന ശുഭാപ്തി വിശ്വാസത്തോടു കൂടി ഞാൻ വിട വാങ്ങട്ടെ. നമുക്ക് നാളെ ക്ലാസ് ഉണ്ടാവണം എന്നില്ല, മറ്റന്നാളുണ്ടാവും കേട്ടോ. മറ്റന്നാളെ ഫുൾ മേക്കപ്പിൽ. ഈ മേക്കപ്പ് എന്ന് പറയുമ്പോൾ നിങ്ങൾ എല്ലാം പാടെ പിന്നെ ഫൗണ്ടേഷനും പൗഡറും കുട്ടിയൊക്കെ ഇട്ടുകൊണ്ട് വരണ്ട. ഞാൻ ആ മേക്കപ്പ് അല്ല ഉദ്ദേശിച്ചത്. നമുക്ക് ഇംഗ്ലീഷ് നന്നായിട്ട് പഠിച്ച് റെഡി ആയിട്ടുണ്ട്, ക്ലിയർ ആയിട്ട് വരും എന്ന ആ ഒരു ഫുൾ മേക്കപ്പോട് കൂടി നമുക്ക് എന്ത് ചെയ്യണം? അടുത്ത ക്ലാസ്സിലേക്ക് വരണം. എല്ലാവരും ആക്റ്റീവായിട്ട് വരും. ഇപ്പോഴും പാർട്ടിസിപ്പേഷൻ കുറവുണ്ട്. എല്ലാവരും നമ്മളെ ചേർന്ന പിള്ളേരൊക്കെ ഉണ്ട്, വരുന്നില്ല. എവിടൊക്കെയോ ഒരു മാനുഫാക്ചറിങ് ഡിഫക്റ്റ് കിടക്കുന്നുണ്ട്.
കേട്ടോ. അങ്ങോട്ട് വരി, എന്നാലല്ലേ നമുക്ക് ലൈവ് ക്ലാസ്സിൽ നിങ്ങൾ കയറുന്ന ഒരു വൈബ് നിങ്ങൾക്ക് ചിലപ്പോൾ റെക്കോർഡിന് കിട്ടിക്കോളുന്നില്ല. ലൈവിലാവുമ്പോൾ നമുക്ക് അത്ര ഇൻട്രാക്ഷനൊക്കെ അവസരമുണ്ട് അല്ലേ? ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ക്ലാസ് ഇവിടെ പറയുകയാണ്. സമയം 7:55. എല്ലാവർക്കും ക്ലാസ് നന്നായി മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. സോ താങ്ക് യു വെരി മച്ച്. ഹാവ് എ നൈസ് ഡേ വിത്ത് എ ലോട്ട് ഓഫ് thousands of sweet dreams. Okay.